ശ്രീപത്മനാഭൻ, താങ്കൾ അല്പം മുമ്പ് മറ്റതിഥികൾ പറഞ്ഞ ചില കാര്യങ്ങൾ താങ്കളുടെ ശ്രദ്ധയിൽപ്പെട്ടുകൊണ്ട് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, പ്രധാനമായി ഇത് വയനാട്ടിൽ മാത്രമുള്ള കോൺഗ്രസിൻ്റെ ഒരു തന്ത്രമാണിത്, ഇലക്ഷൻ തന്ത്രമാണ്, ഇലക്ഷനിൽ ജയിക്കാതെ മാത്രമേ അതിനുള്ളൊരു തന്ത്രമാണ് ഇത്. രണ്ട്, ഇടത് നിരീക്ഷകൻ ആദ്യം പറഞ്ഞു വെച്ചത് ബി ജെ പിയുടെ ഒരു പ്രൊപ്പഗൻഡ, ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ കൊടികൾ ഉയർത്തിയാൽ ബി ജെ പി നടത്താൻ പോകുന്നൊരു പ്രൊപ്പഗൻഡയുണ്ട്. അതിനെ മറികടക്കാൻ, താത്വികപരമായി മറികടക്കാൻ കോൺഗ്രസിന് കഴിയുന്നില്ല. അതുകൊണ്ടാണ് ഇത്തരത്തിലൊരു അടവ് നയത്തിലേക്ക് അല്ലെങ്കിൽ ഇത്തരമൊരു തന്ത്രത്തിലേക്ക് എത്തിയത്. താങ്കൾ ഇതിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അത് ഒരു വിഷയം എന്താ അറിയോ, കോൺഗ്രസ് കോൺട്രഡിക്ഷൻസിന്റെ ഒരു കേന്ദ്രമാണ്, സെന്റർ ഓഫ് കോൺട്രഡിക്ഷൻസ് ആണ്, പരസ്പര വിരുദ്ധതയുടെ ഒരു കേന്ദ്രമായി കോൺഗ്രസ് മാറി. നിങ്ങൾ നോക്കൂ, ഇവിടെ വന്നിട്ട് CAA നിയമം ഞങ്ങൾ അറബിക്കടലിൽ എറിയും എന്നാണ് കെ സുധാകരൻ പറഞ്ഞത്. അതായത് ഇന്ത്യ സഖ്യത്തിന് അധികാരം കിട്ടിയാൽ CAA നിയമം എടുത്ത് അറബിക്കടലിൽ എറിയുന്നു. ആ പാർട്ടിയുടെ മാനിഫെസ്റ്റോയിൽ അതുണ്ടോ CAA പിൻവലിക്കുന്നത്? ഇല്ല, പറയാനുള്ള ധൈര്യമില്ല. പിന്നെ ഇവര് പറഞ്ഞിരിക്കുന്നു 370 വകുപ്പിനെതിരെ ഇവര് എത്ര ബഹളം വെച്ചു. ആ പാർട്ടിയുടെ മാനിഫെസ്റ്റോ പറഞ്ഞിട്ടുണ്ടോ 370 വകുപ്പ് റദ്ദാക്കുമെന്ന്? പറഞ്ഞിട്ടില്ല, പറയൂല. 370 വകുപ്പ് റദ്ദാക്കുമെന്ന് പാർട്ടിയുടെ മാനിഫെസ്റ്റോയിൽ പറയാനുള്ള തന്നെയുടെ കോൺഗ്രസിനില്ല. അതൊന്ന്. ഇനി ഇത്തരത്തിൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം ലീഗ് വേണം. എന്നാൽ മുസ്ലിം ലീഗിന്റെ കോൺഗ്രസിന് സഖ്യമുണ്ട് കേരളത്തിൽ എന്ന കാര്യം വടക്കേന്ത്യയിലും അല്ലെങ്കിൽ ഈവൻ കർണാടക, തെലുങ്കാന പോലുള്ള സംസ്ഥാനങ്ങൾ അറിയാൻ പാടുണ്ടോ? അറിയാൻ പാടില്ല. ഇതൊക്കെയാണ് എന്റെ പ്രശ്നം. കോൺഗ്രസ് അത്തരത്തിലുള്ള, അതായത് ഒരു രാഷ്ട്രീയ ഗതികേടിൽ പെട്ട് അങ്ങനെ ചതുപ്പ് നിലത്തിൽ കുടുങ്ങിയ ഒരാളുടെ അവസ്ഥയാണ്. ഈ ചതുപ്പ് നിലത്തിൽ കുടുങ്ങിയാൽ എന്താ ചെയ്യുക? അനങ്ങാണ്ടിരിക്കണം. അവര് ചവിട്ടി ഇങ്ങനെ എന്താ പറയുക, പിടച്ചു കളിച്ചാൽ താന്നു പോവുക. ഇപ്പൊ കോൺഗ്രസ് ഒരു ചതുപ്പിൽ അവര് തന്നെ ഉണ്ടാക്കിയ അവരുടെ തെറ്റായ നയങ്ങളും അവരുടെ നിലപാടുകളിലുള്ള വൈരുദ്ധ്യവും എല്ലാം കാരണം, അവർ കഴിഞ്ഞ കാലങ്ങളിൽ ഭരിച്ചപ്പോൾ നടത്തിയ അഴിമതിയും സ്വജനപക്ഷപാതവും എല്ലാം കാരണം കോൺഗ്രസ് ഒരു വലിയ എന്താ പറയാ ചതിക്കുഴിയിൽ പെട്ടുകിടക്കുകയാണ്, ചതുപ്പ് നിലത്തിൽ പെട്ടുകിടക്കുകയാണ്. അപ്പൊ ഇത് പിന്നെ BJP ഇത് മുതലാക്കും എന്നുള്ളതൊക്കെ നോക്കൂ. ഒരു രാഷ്ട്രീയ പാർട്ടി ഏതൊരു സംഗതിയും രാഷ്ട്രീയപരമായി അവർക്ക് ഗുണം ചെയ്തതൊക്കെ മുതലാക്കും. അതിനൊന്നും ആരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പൊ ഭാരതീയ ജനതാ പാർട്ടിയുടെ ശക്തിപ്പെടൽ, സംഘപരിവാർ സംഘടനയുടെ ശക്തിപ്പെടൽ ഇന്ത്യയിൽ ഒരു അന്തരീക്ഷം സൃഷ്ടിച്ചിട്ടുണ്ട്. ആ അന്തരീക്ഷത്തിൽ മുസ്ലിം ലീഗ് അംഗീകരിക്കപ്പെടൂല. അപ്പൊ കോൺഗ്രസുകാർ വടക്കേന്ത്യയിൽ പറയുന്നതല്ലല്ലോ കേരളത്തിൽ ചെയ്യുന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് കുറച്ചു മുമ്പ് ഓർമ്മയില്ലേ, റിജിൽ മാക്കുറ്റി എന്ന് പറയുന്ന ഒരു കോൺഗ്രസ് നേതാവ് പരസ്യമായി പശുവിനെ ഇറക്കി. ആ വീഡിയോ വടക്കേ ഇന്ത്യയിൽ കോൺഗ്രസിന് എത്ര ദോഷം ചെയ്തു എന്ന് ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? കോൺഗ്രസുകാർക്ക് അത് മനസ്സിലായിട്ടുണ്ടോ? അപ്പൊ ഇതാണ്, ഇവിടെ ഒന്ന് ചെയ്യുക, അവിടെ അതിന് പരസ്പര വിരുദ്ധമായി ചെയ്യുക. അപ്പൊ ഇങ്ങനെ രാഷ്ട്രീയപരമായ ഗതികേടിൽപ്പെട്ട് ഉഴലുന്ന ഒരു പ്രസ്ഥാനത്തിന്റെ എന്താ പറയുക നിലനിൽപ്പിന് വേണ്ടിയുള്ള ഓരോ കസർത്തുകളാണിത്. അപ്പൊ അതുകൊണ്ട് ഇവർ ഈ പറയും പോലെ കൊടി വേണ്ട തെരഞ്ഞെടുപ്പിന്, ഞാൻ ചോദിക്കട്ടെ, കേരളത്തിലെ 19 മണ്ഡലങ്ങളിലും നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ കോൺഗ്രസ്സുകാരും UDFകാരും എങ്ങനെയാ പോയത്? വിവിധ ഘടകകക്ഷിയിൽപ്പെട്ട അല്ലെങ്കിൽ സഖ്യത്തിൽപ്പെട്ട വിവിധ ഘടകകക്ഷികളുടെ പ്രവർത്തകർ കൊടിയും വടിയും ജാഥയൊക്കെ ആയിട്ടല്ലേ പോയത്. അപ്പൊ എന്താ വയനാട്ടിൽ മാത്രം? വയനാട്ടിൽ ഇതാണ് മുസ്ലിം ലീഗിന്റെ കൊടി കാണിച്ചാൽ അത് വിഷയമാവും. കാരണം വയനാട് ദേശീയ ശ്രദ്ധ ആകർഷിക്കുന്ന മണ്ഡലമാണ്. നാഷണൽ ഡെയിലി മീഡിയ മുഴുവൻ വന്നിട്ടുണ്ട് രാഹുൽ ഗാന്ധിയുടെ നോമിനേഷൻ ഫയൽ ചെയ്യുന്ന ദിവസം. എന്നിട്ട് അത് ഷൂട്ട് ചെയ്ത് പോവുകയാണ്. BJPയും അതിനെ നാഷണൽ ലെവലിലേക്ക് ഉയർത്തി. കാരണം സ്മൃതി ഇറാനിജി വന്നു, എന്നിട്ട് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ വന്നു. അപ്പൊ അതൊരു ദേശീയ ശ്രദ്ധ ആകർഷിച്ച സ്ഥലമാണ്. അങ്ങനെ ഇന്ത്യ മുഴുവൻ നോക്കിക്കാണുന്ന ഒരു സ്ഥലത്ത് ഞങ്ങളുടെ കൂടെ മുസ്ലിം ലീഗ് ഉണ്ട് എന്ന് പറയാനുള്ള തന്റെ ഇടമില്ല കോൺഗ്രസിന്. ഈ തന്റെ ഇടമില്ലായ്മയാണല്ലോ കോൺഗ്രസിന്റെ വലിയ പ്രശ്നം. സർദാർ പട്ടേലിനും ഇന്ദിരാഗാന്ധിക്കും ഒഴികെ നല്ല നട്ടലുള്ള ആൾക്കാർ അതിനകത്ത് പണ്ടേ കുറവാണല്ലോ. അതിന്റെ ഒരു പ്രോബ്ലം കൂടി ഉണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് ഈ കോൺഗ്രസിന്റെ തന്റെ ഇടമില്ലായ്മ, നിലപാടില്ലായ്മ, രാഷ്ട്രീയ ഗതികേട് ഇതെല്ലാം കൂടി സൃഷ്ടിച്ച വലിയ ഒരു പ്രശ്നത്തിനകത്ത് പെട്ടുകിടക്കുന്ന ഒരു പാർട്ടി എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നു. ഈ തെരഞ്ഞെടുപ്പ് ഒന്ന് കഴിഞ്ഞു കിട്ടാൻ, ഈ തെരഞ്ഞെടുപ്പ് ജയിക്കാം എന്നൊന്നും അവർക്കൊരു വിശ്വാസമില്ല. അങ്ങനത്തെ ഒരു വിശ്വാസം അവർക്കുമില്ല, ഈ രാജ്യത്തിലെ മാധ്യമങ്ങൾക്കുമില്ല, രാഷ്ട്രീയ നിരീക്ഷകന്മാർക്കുമില്ല. ഈ തെരഞ്ഞെടുപ്പ് എങ്ങനെയെങ്കിലും ഒന്ന് കഴിഞ്ഞു കിട്ടണം അവരെ സംബന്ധിച്ചിടത്തോളം. അതിനുവേണ്ടി കാട്ടിക്കൂട്ടുന്ന കസർത്തുകൾ മാത്രമാണ് ഇത് എന്നാണ് എനിക്ക് പറയാൻ. ശ്രീകുമാർ, ഈ ശ്രീപത്മനാഭൻ പറഞ്ഞ പോലെ കേരളത്തിൽ ഒന്ന് പറയുക, ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ മറ്റൊന്ന് പറയുക. കേരളത്തിൽ പശുക്കുട്ടിയുടെ കഴുത്തിറക്കുമ്പോൾ അങ്ങ് മധ്യപ്രദേശിൽ
ഗോഹത്യക്കെതിരെ അല്ലെങ്കിൽ ഗോസംരക്ഷണത്തിന് വേണ്ടി നിയമം ഉണ്ടാക്കുമെന്ന് മാനിഫെസ്റ്റോ പുറത്തിറക്കുക, ഇതൊക്കെ കോൺഗ്രസിന്റെ അടവുതന്ത്രത്തിന്റെ ഭാഗം തന്നെയാണ്. അതായത് ശ്രീപത്മനാഭൻ പറയുമ്പോൾ അവരുടെ പാർട്ടിയുടെ കാര്യം കൂടിയൊക്കെ ഒന്ന് ആലോചിക്കണം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാലക്കാട് വന്നപ്പോൾ പൊന്നാനിയിലത്തെ NDA സ്ഥാനാർത്ഥിയെ വാഹനത്തിൽ കയറ്റിയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആക്ഷേപ ആരോപണമൊക്കെ വന്നതാണല്ലോ. അതൊക്കെ നമ്മൾ കണ്ടതാണ്. ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ പറയുന്നില്ല. അപ്പൊ ഓരോ രാഷ്ട്രീയ കക്ഷിക്കും അവരുടേതായ ചില നിലപാടുകളൊക്കെ ഉണ്ടാവും. ഇവിടെ നിങ്ങൾ ചർച്ച ചെയ്യുന്നത് വയനാട്ടിൽ എന്തുകൊണ്ട് കൊടി ഉപയോഗിച്ചില്ല എന്നുള്ളതാണ്. അത് വയനാട്ടിലത്തെ ഒരു തീരുമാനമാണെന്ന് പറഞ്ഞപ്പോൾ CPM-ന്റെ സുഹൃത്ത് പറഞ്ഞത് കോൺഗ്രസിനെ അങ്ങനെ ഇപ്പൊ ബൗദ്ധിക തലത്തിൽ ഉപദേശിക്കാൻ ആരുമില്ല എന്നുള്ള രീതിയിലൊക്കെയാണ്. വയനാട്ടിൽ കോൺഗ്രസ് കൊടി പിടിക്കണ്ട എന്ന് തീരുമാനിച്ചപ്പോഴേ ആദ്യം എതിർത്ത് വന്ന ഒരാൾ കേരള മുഖ്യമന്ത്രിയാണ്. ഒരു പാർട്ടി ഏത് രീതിയിൽ പ്രചരണം നടത്തണം എന്നുള്ളതിനെ കുറിച്ച് മറ്റൊരു പാർട്ടി അഭിപ്രായം പറയണമെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? അവർക്ക് അതിനോടൊരു ഭയമുണ്ട്. അല്ലെങ്കിൽ കോൺഗ്രസിന്റെ കാര്യം അവരെന്തെങ്കിലും ചെയ്തോട്ടെ. ഇനിയിപ്പോ എന്താ? ഇപ്പൊ CPM എന്തൊക്കെ നടത്തുന്നത് കോൺഗ്രസ് വല്ലതും പറയാറുണ്ടോ? BJP എന്തൊക്കെ നടത്തുന്നത് കോൺഗ്രസ് പറയാറുണ്ടോ? ഇല്ല. അപ്പൊ കോൺഗ്രസ് എന്താണ് കൊടി പിടിക്കാത്തത്? അപ്പൊ അതിലൊരു ദുഷ്ടലാക്കുണ്ട്. ആ ദുഷ്ടലാക്ക് എതിരിടണമെങ്കിൽ ഒരടി പിന്നാക്കം നിൽക്കണം. അപ്പൊ രണ്ടടി മുന്നാക്കം വെക്കാം കോൺഗ്രസിന്. അതാണ് കോൺഗ്രസിന്റെ തന്ത്രം. വയനാടിൽ രാഹുൽ ഗാന്ധിയാണ് മത്സരിക്കുന്നത്. രാഹുൽ ഗാന്ധി ആരാണ്? ദേശീയ തലത്തിൽ BJP-യുടെ രാഷ്ട്രീയ എതിരാളികളിൽ 1-ാം സ്ഥാനത്ത്. പാർലമെന്റിൽ വയനാട്ടുകാർ തെരഞ്ഞെടുത്ത രാഹുൽ ഗാന്ധിയെ പാർലമെന്റിൽ നിന്ന് പോലും പല കാരണങ്ങൾ പറഞ്ഞ് പുറത്താക്കി. എന്നിട്ട് കോടതി വിധി പ്രകാരമാണല്ലോ തിരിച്ചതേ എത്തിയത്. അപ്പൊ അത്രയും രാഹുൽ ഗാന്ധിയെ ഭയക്കുന്ന ഒരു പാർട്ടിയുടെ നേതൃത്വം വയനാട്ടിലത്തെ ഓരോ ഇഷ്യൂസ് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണല്ലോ അമേഠിയിൽ മത്സരിച്ച സ്മൃതി ഇറാനി വന്നിട്ട് അവിടെ പത്രികാ സമർപ്പണത്തിന് BJP സ്ഥാനാർത്ഥിക്കൊപ്പം എത്തിയത്. അതുകൊണ്ടാണല്ലോ അവിടെ സുൽത്താൻ ബത്തേരിയുടെ പേര് ഗണപതി വട്ടം എന്നാക്കണം എന്നൊക്കെ പറഞ്ഞ് ചിലര് രംഗത്ത് വന്നത്. അപ്പൊ ഇതൊക്കെ എന്തിനാണ്? ഇതൊക്കെ ഒരു രാഷ്ട്രീയ അവരുടെ തീരുമാനമാണെങ്കിൽ ആ തീരുമാനം അവരുടേതായ ഒരു തന്ത്രം, അത്രേ ഉള്ളൂ. അപ്പൊ ഇവിടെ CPM-ന്റെ മുഖ്യമന്ത്രിക്ക് എന്താ വയനാട്ടിലത്തെ രാഹുൽ ഗാന്ധിയുടെ പ്രചാരണത്തിന് കോൺഗ്രസ് എടുത്ത നിലപാട് അദ്ദേഹം എന്തിനാ ഇത്ര എതിർക്കുന്നത്? അപ്പൊ അദ്ദേഹത്തിന് രാഹുൽ ഗാന്ധി ജയിക്കണമെന്ന് താല്പര്യമില്ല. BJP എന്താണ് എതിർക്കുന്നത്? BJP-ക്ക് രാഹുൽ ഗാന്ധി ജയിക്കാൻ താല്പര്യമില്ല. ഇതാണ് കോൺഗ്രസ് പറയുന്നത്. CPM-ഉം BJP-യും രാഹുൽ ഗാന്ധിയെ തോൽപ്പിക്കാൻ ശ്രമിക്കുന്നു. ഇവിടെ CPM-ന്റെ സ്ഥിതി എന്താ? CPM കേരളത്തിന് പുറത്ത് CPM രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കരുത് എന്ന് CPM-ന്റെ ദേശീയ നേതാക്കൾ ആരും പറഞ്ഞായിട്ട് എന്റെ അറിവിലില്ല. ഇവിടെ നേരത്തെ നമ്മുടെ ഡോക്ടർ ജയരാജ് പറഞ്ഞ എന്താണ്? വയനാട്ടിൽ ആനി രാജയ്ക്കെതിരെ രാഹുൽ ഗാന്ധി മത്സരിക്കുന്നു. രാഹുൽ ഗാന്ധി അവിടെ സിറ്റിംഗ് MP ആണ്. അവിടേക്ക് ആനി രാജ വന്നു എന്നിവർ പറയുന്നില്ല. അപ്പൊ അവരെന്താ ചെയ്യേണ്ടത്? രാഹുൽ ഗാന്ധിയാണ് ഇന്ത്യ മുന്നണിയെ നയിക്കുന്ന ആദ്യത്തെ 2-3 നേതാക്കളിൽ പ്രമുഖൻ. ആ രാഹുൽ ഗാന്ധി വരുമ്പോൾ അദ്ദേഹത്തിനെതിരെ ഞങ്ങൾ മത്സരിക്കുന്നില്ല എന്നൊരു നിലപാട് എന്താ അവരെടുക്കാതിരുന്നത്? അവരെടുക്കാതിരിക്കാൻ കാരണം കേരളത്തിലെ ഇന്ത്യ മുന്നണി ഇല്ല. കേരളത്തിൽ LDF UDF ആണ്. ഇവിടെ 2 മുന്നണികളാണ് ശത്രുക്കൾ, രാഷ്ട്രീയ ശത്രുക്കൾ. BJP കോൺഗ്രസിന്റെ ആശയപരമായ ദേശീയ തലത്തിലുള്ള എതിരാളി. കേരളത്തിൽ കേരളത്തിൽ CPM കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് ശത്രു. കേരളത്തിൽ കോൺഗ്രസിന് BJP ഒരു തെരഞ്ഞെടുപ്പ് ശത്രു അല്ല. അതുകൊണ്ടാണ് ഇവിടെ LDF-ന്റെ സ്ഥാനാർത്ഥിക്കെതിരെ UDF മത്സരിക്കുന്നത്. അത് ആ മത്സരമായി കണ്ടം കെട്ട് പൊക്കോട്ടെന്ന് വിചാരിച്ചാൽ മതി. അപ്പൊ അതിന് പകരം അവിടെ കോൺഗ്രസിനെ എതിർക്കാനായിട്ട് BJP-യുടെ താല്പര്യം സംരക്ഷിക്കുക എന്ന രീതിയിലേക്ക് എത്തുക. അല്ലെ BJP അഭിപ്രായം പറയുന്നത് രാഹുൽ ഗാന്ധിയുടെ മണ്ഡലത്തിൽ കൊടി പിടിച്ചില്ല എന്ന് BJP പറഞ്ഞാൽ മനസ്സിലാക്കാം. കാരണം കഴിഞ്ഞ തവണത്തെ 2019 തെരഞ്ഞെടുപ്പില് അവിടുത്തെ കൊടി പിടിക്കലൊക്കെ ബന്ധപ്പെട്ട ഒരുപാട് വിഷയങ്ങൾ ഉണ്ടായത് നമുക്കറിയാമല്ലോ. ഞാൻ ആ വിഷയത്തിൽ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കാത്ത ഒരാളായതുകൊണ്ടാണ് ഞാൻ ഇവിടെ പച്ചയായിട്ട് പറയാതിരിക്കുന്നത്. അല്ല, ആ ചർച്ചയല്ലേ ശ്രീകുമാർ, ആ ചർച്ചയുടെ പരിണിതഫലമല്ല ഇപ്പോൾ ഈ കൊടി ഉപേക്ഷിക്കേണ്ട സാഹചര്യത്തിലേക്ക് വരെ എത്തിയത് കാര്യങ്ങൾ? ഞാൻ പറഞ്ഞല്ലോ, അതായത് ഒരാൾക്ക് ഒരു രാഷ്ട്രീയ ശത്രുവിനെ ഒരു വിഷയം ദുരുപയോഗം ചെയ്യാനുള്ള അവസരം ഏതെങ്കിലും രാഷ്ട്രീയ കക്ഷികൾ കൊടുക്കുമോ? ഇപ്പൊ കേരളത്തിൽ തന്നെ LDF-ഉം UDF-ഉം BJP-യും തമ്മിൽ മത്സരിക്കുന്നു. അപ്പൊ BJP ആണെങ്കിലും LDF ആണെങ്കിലും UDF ആണെങ്കിലും എതിരാളികൾക്ക് തെറ്റിദ്ധാരണാജനകമായ പ്രചാരണം നടത്താനുള്ള ഒരു ആയുധം. അങ്ങനെയെങ്കിൽ ശ്രീകുമാർ സമ്മതിക്കേണ്ടി വരും, കോൺഗ്രസിന് ദേശീയ തലത്തിൽ ആശയപരമായി മുന്നോട്ട് വെക്കുന്ന പ്രതിപക്ഷ പാർട്ടികൾ ആരാണെങ്കിലും അവർ മുന്നോട്ട് വെക്കുന്ന വിഷയങ്ങളെ ആശയപരമായി ചർച്ച ചെയ്ത് അതിൻ്റെ യാഥാർത്ഥ്യം ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള സംവിധാനങ്ങൾ കോൺഗ്രസിനില്ല എന്ന് കോൺഗ്രസ് നാമാവശേഷമായി പോയെന്ന് സമ്മതിക്കേണ്ടി വരും. അല്ല, അതാണ് നിങ്ങൾ പറയുന്നത്. ഇതാണ് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. അതായത് കോൺഗ്രസ് അവിടെ എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കാതെ കോൺഗ്രസ് തീരുമാനിച്ചാൽ, വയനാട്ടിൽ കോൺഗ്രസ് കാര്യം തീരുമാനിച്ചാൽ അത് ഞങ്ങൾക്ക് ഇഷ്ടമല്ല,
ഞങ്ങൾക്ക് ഇഷ്ടമുള്ള അവിടെ ഇഷ്ടത്തിന്റെ ഇഷ്ടക്കേടിനും ഒന്നും അല്ല ശ്രീകുമാർ പ്രശ്നം. നമ്മൾ നോക്കൂ, ഒരു പാർട്ടിയെ സംബന്ധിച്ച്, ഒരു പാർട്ടി പ്രവർത്തകരെ സംബന്ധിച്ച് അവരുടെ പാർട്ടി പതാക എന്ന് പറയുന്നത് ഒരു വൈകാരിക ഘടകമാണ്. അത് ഏത് പാർട്ടിയാണെങ്കിലും അവർക്കൊരു വൈകാരിക ഘടകമാണ്. ഈ കോൺഗ്രസിനെ സംബന്ധിച്ച് എനിക്കറിയില്ല, മറ്റു രാഷ്ട്രീയ പാർട്ടികളൊക്കെ ഒരു വളരെ വൈകാരിക ഘടകമായിട്ടാണ് ആ പാർട്ടി പതാകയെ കാണുന്നത്. അത് ഉപേക്ഷിക്കുക എന്ന് പറഞ്ഞാൽ ഈ ദേശീയ തലത്തിൽ വരുന്ന ചർച്ചകളാണ് അതിൻ്റെ അടിസ്ഥാനം എന്ന് താങ്കൾ തന്നെ പറഞ്ഞു വെക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ആ ചർച്ചകളെ ബൗദ്ധികപരമായി നേരിടാനുള്ള ഒരു ആർജവം, ഒരു കപ്പാസിറ്റി ഇപ്പോൾ കോൺഗ്രസിന് ഇല്ല എന്ന് സമ്മതിക്കേണ്ടി വരുന്നു. അല്ല, ഞാൻ പറഞ്ഞ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇതാണ് നിങ്ങളിപ്പോ ഈ നിങ്ങളുടെ മനസ്സിൽ നിന്ന അഭിപ്രായം ഉണ്ടല്ലോ. അതായത് അവിടെ ഒരു വിഷയം ഉണ്ടാക്കിയെടുത്തിട്ട് ദേശീയ തലത്തിൽ ഇപ്പൊ BJP ക്ഷീണിച്ചിരിക്കുക. ഇപ്പൊ കഴിഞ്ഞ ദിവസങ്ങളിൽ വന്ന സർവേയുടെ അടിസ്ഥാനത്തില്, ഹിന്ദുവിലൊക്കെ വന്ന സർവേയുടെ അടിസ്ഥാനത്തില് BJP ക്ഷീണിച്ചിരിക്കുകയാണ്, വളരെയധികം ക്ഷീണിച്ചിരിക്കുകയാണ്. ആ പ്രധാനമന്ത്രിക്ക് മുൻപ് പ്രസംഗിച്ചപ്പോഴുള്ള ഒരു ഊർജ്ജം ഒന്നും കാണുന്നില്ല എന്നുള്ള ഈ ചർച്ച വന്നിരിക്കുകയാണ്. അപ്പൊ അവസാനത്തെ ആയുധം എന്താണ്? ആയുധം നോക്കി നടക്കുകയാണ്. ആയുധം കൊടുക്കാൻ സൗകര്യമില്ലെന്നാണ് വയനാട്ടിലത്തെ കോൺഗ്രസ്സുകാർ പറയുന്നത്. ആയുധം കൊടുക്കാൻ സൗകര്യമില്ലെന്ന വയനാട്ടിലത്തെ UDF ഘടകകക്ഷി നേതാക്കൾ പറയുന്നത്. അപ്പോ ക്ഷീണിച്ചിരിക്കുന്ന ഒരു പാർട്ടിക്ക് ഒരു ആയുധം ആരെങ്കിലും കൊണ്ടു കൊടുക്കുവോ? നിങ്ങൾ ചർച്ച ചെയ്തോളൂ, കുഴപ്പമില്ല. 2 ദിവസം മുമ്പ് 2 or 3 ദിവസം രാഹുൽ ഗാന്ധി പത്രിക നൽകിയതിന്റെ പിറ്റേന്ന് വേറെ ഒരുപാട് ചാനലുകൾ ഈ വിഷയം ചർച്ച ചെയ്തു. കേരളത്തിൽ ഒരു ചലനം ഉണ്ടാക്കിയില്ലല്ലോ. ചലനം ഉണ്ടാക്കാത്ത സാഹചര്യത്തിൽ നിങ്ങളിപ്പോ വീണ്ടും ചർച്ച ചെയ്യുന്നത്, നിങ്ങൾക്ക് ചർച്ച ചെയ്യാനുള്ള താല്പര്യം ഉണ്ടാവും. കാരണം നിങ്ങൾക്കൊരു ഒരു രാഷ്ട്രീയ കക്ഷിയോട് താല്പര്യമുള്ള ഒരു ചാനലാണ്. ആ ചർച്ച ചെയ്തോളൂ, കുഴപ്പമൊന്നുമില്ല. പക്ഷെ ആ ചർച്ച ചെയ്യുമ്പോൾ കോൺഗ്രസ് ഇന്നതേ ചെയ്യാവൂ, എന്നാലേ ഞങ്ങൾക്ക് ഗുണമുണ്ടാവും. ഇപ്പൊ ശ്രീപത്മനാഭൻ എന്താ പറഞ്ഞത്? ഏത് വിഷയമാണെങ്കിലും രാഷ്ട്രീയ കക്ഷികൾ അവർക്ക് അനുകൂലമായി ഉപയോഗിക്കും. അത് ശരിയാണ്. അപ്പൊ അങ്ങനെ അനുകൂലമായി ഉപയോഗിക്കാനേ ഒരു കൊടിയോ വടിയോ തരേണ്ട കാര്യം എന്തിരിക്കുന്നു എന്ന് കോൺഗ്രസ് ചിന്തിച്ചാൽ അത് കോൺഗ്രസിന്റെ പരാജയമാണെന്ന് നിങ്ങൾക്ക് പറയാം. കോൺഗ്രസിന്റെ അടവാണെന്ന്, കോൺഗ്രസിന്റെ തന്ത്രമാണെന്ന് കോൺഗ്രസിനെ അനുകൂലിക്കുന്നവർക്ക് പറയാം. കോൺഗ്രസ് ഭീരുക്കളാണെന്ന് കേരളത്തിലെ CPM പറയാം. കേരളത്തിന് പുറത്തു കിടന്ന CPM പറയും രാഹുൽ ഗാന്ധിയുടെ നിലപാടുകൾ ശരിയാണെന്ന് പറയും, കോൺഗ്രസിന്റെ നിലപാട് ശരിയാണെന്ന് പറയും. അത് CPM-ന്റെ ഒരു ഗതികേടിലേക്ക് ഞാൻ പോകുന്നില്ല, അത് ചർച്ചാ വിഷയമല്ല ഇവിടെ. കാരണം കേരളത്തിൽ NDA മുന്നണിയുടെ കോർഡിനേഷൻ കമ്മിറ്റി അവർ ഒഴിവായി പോയതാണ്. അവരെന്തിനാ ഒഴിവായി പോയത്? കേരളത്തിൽ അവരുടെ മുഖ്യ ശത്രു കോൺഗ്രസ് ആണ്. അപ്പൊ കോൺഗ്രസ് ഉള്ള മുന്നണിയിൽ അവർക്ക് പറ്റില്ല. മറിച്ച് മഹാരാഷ്ട്രത്തിലെ ഇന്ത്യ മുന്നണിയുടെ റാലി മഹാരാഷ്ട്രത്തിൽ നടന്നപ്പോൾ ഇന്ത്യ മുന്നണിയിലെ എല്ലാ നേതാക്കളും അവിടെ എത്തി. പക്ഷെ CPM എത്തിയില്ല. എന്താ കാരണം? അവർ കേരളത്തിൽ മത്സരിക്കുന്നുണ്ട്. അവരെ തെറ്റു പറയാൻ പറ്റില്ല. കാരണം അത് അവരുടെ നയമാണ്. എന്താ കാരണം? അവർ തെരഞ്ഞെടുപ്പ് തന്ത്രമാണ്. അതാരും ചോദിച്ചില്ലല്ലോ എന്താ പങ്കെടുക്കാതിരുന്നത്. ചർച്ചയായി, പക്ഷെ എല്ലാവർക്കും അറിയാം എന്താണ്, അത് അവരുടെ തന്ത്രമാണ്. നിങ്ങൾ ഇന്ത്യ മുന്നണിയുടെ റാലിയിൽ പോയില്ലല്ലോ, നിങ്ങൾ ഒളിച്ചോടിയില്ലേ എന്നാ കോൺഗ്രസ് ചോദിച്ചു. ഇല്ലല്ലോ. എന്താ കാരണം? അത് അവരുടെ തന്ത്രമാണ്. അതുപോലെ വയനാട്ടിൽ ഈ തന്ത്രമാണ്. BJPക്ക് എന്താ ഉദ്ദേശിച്ചത്? വയനാട്ടില് കോൺഗ്രസിന്റെ ഇപ്പൊ എതിരായിട്ടൊന്നും കിട്ടുന്നില്ല, രാഹുൽ ഗാന്ധിക്ക് എതിരായിട്ട് ഒരു വിഷയവും കിട്ടുന്നില്ല. അപ്പൊ ഒരനുഭവത്തിൽ നിന്നാണല്ലോ പാഠം പഠിക്കാൻ. അപ്പൊ തെരഞ്ഞെടുപ്പ് രംഗത്ത് BJPക്ക് ആയുധം കൊടുക്കാൻ കേരളത്തിലെ കോൺഗ്രസുകാർ തയ്യാറല്ല. വയനാട്ടിലെ UDF നേതൃത്വം അവരൊരു തെരഞ്ഞെടുപ്പ് തന്ത്രം രൂപീകരിച്ചു. അത് കേരളത്തിൽ എല്ലായിടത്തും ബാധകമാകണമെന്നില്ല. അത് തമിഴ്നാട്ടിൽ വേറൊരു തന്ത്രമാണ്. തമിഴ്നാട്ടിൽ DMK-യുമായിട്ടും CPM-ആയിട്ടും കോൺഗ്രസ് സഖ്യമുണ്ടല്ലോ, അവിടെ CPM-ന്റെ കൊടിയുണ്ടല്ലോ. അപ്പൊ അവിടെ എന്താ അങ്ങനെ, ഇവിടെ എന്താ ഇങ്ങനെ നമ്മൾ ചോദിക്കാത്ത എന്തുകൊണ്ടാണ്? വ്യത്യസ്ത സംസ്ഥാനങ്ങളിൽ വ്യത്യസ്ത നിലപാടെടുക്കുമെന്ന് തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ഇന്ത്യ മുന്നണി ഘടകകക്ഷികൾ പറഞ്ഞിട്ടുണ്ട്, CPM-ഉം പറഞ്ഞിട്ടുണ്ട്. CPM പറഞ്ഞ എന്താണ്? കേരളത്തിന് പുറത്ത് ഞങ്ങൾ കോൺഗ്രസിനൊപ്പമാണ്, കേരളത്തിൽ ഞങ്ങൾ കോൺഗ്രസിനൊപ്പമില്ല. അത് അംഗീകരിച്ചു കൊടുത്തു ഇന്ത്യ മുന്നണി. അത് ഇന്ത്യ മുന്നണി അംഗീകരിച്ചു കൊടുത്തു. പക്ഷെ ഇപ്പൊ BJPക്ക് പ്രശ്നം എന്താ വെച്ചാൽ അവരുടെ വിഷയങ്ങൾ ഏശിയില്ല. സർവേയിൽ എന്താണ്? പൗരത്വ ഭേദഗതിയാണെങ്കിലും അയോധ്യ ക്ഷേത്രമാണെങ്കിലും ഒന്നും വലിയ വിഷയമാകുന്നില്ല. പട്ടിണി, തൊഴിലില്ലായ്മ, ഇതൊക്കെയാണ് വലിയ വിഷയം. അപ്പൊ തൊഴിലില്ലായ്മ രൂക്ഷമാകുമ്പോൾ പ്രശ്നമാകും, പെട്രോളിന്റെ വില പ്രശ്നമാകും. ഇതൊക്കെ ചർച്ചയായി. അപ്പൊ BJP ഒന്ന് ഭയന്നു. ഇപ്പൊ കഴിഞ്ഞ 4 ദിവസമായിട്ട് ദേശീയ മാധ്യമങ്ങളിലും സംസ്ഥാന മാധ്യമങ്ങളിലും മുഖ്യ ചർച്ച എന്താ? BJP എന്തുകൊണ്ട് ഭയക്കുന്നു? BJP എന്തുകൊണ്ട് 400 സീറ്റ് കിട്ടുമെന്ന് പറഞ്ഞവർ എന്തുകൊണ്ട് ആ ഒരു പ്രതീക്ഷ ഇപ്പോൾ കാണിക്കുന്നില്ല? ആ പ്രത്യാശ എങ്ങനെ നശിക്കുന്നു BJPക്ക്? അയോധ്യ ക്ഷേത്രം വീണ്ടും ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിക്കുന്നു അവരുടെ തന്ത്രങ്ങൾ പാളുന്നു. ഒരാളെ ഉയർത്തിക്കാണിച്ചുകൊണ്ട് മാത്രം രക്ഷയില്ലെന്ന് തോന്നുന്നു. ഇതൊക്കെ ചർച്ചയാകാണ്. നരേന്ദ്രമോദിയുടെ ആളിലേക്ക് മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് BJP കൊണ്ടുവന്ന പ്രചരണ തന്ത്രം പാളുന്നു എന്ന് വരികയാണ്. കൂട്ടു നേതൃത്വം അവിടെ ഇല്ലെന്ന് വരികയാണ്. ഏകാധിപത്യം, കുടുംബാധിപത്യം എന്നൊക്കെ കോൺഗ്രസിനെ വിമർശിക്കുമ്പോൾ അവിടെ ഒരാളുടെ സർവാധിപത്യം അല്ലെ 2 ആളുടെ സർവാധിപത്യം എന്ന് എതിരാളികൾ തിരിച്ചുന്നയിക്കുകയാണ്. മറുപടിയില്ല. അങ്ങനെ മറുപടിയില്ലാത്ത സാഹചര്യത്തിൽ ആകെ ആശയക്കുഴപ്പത്തിൽ നിൽക്കുമ്പോൾ വയനാട്ടിലെ രാഹുൽ ഗാന്ധിക്കെതിരെ എന്തെങ്കിലും കിട്ടുമോ എന്ന് ഒരു കക്ഷി ചിന്തിച്ചാൽ ആ കക്ഷി ചിന്തിച്ചിരുന്നോട്ടെ, അവർക്ക് ആയുധം കൊടുക്കാൻ തയ്യാറല്ലെന്ന് വിചാരിച്ചാൽ അത് പരാജയമാണെന്ന് പറയുന്നവർക്ക് പരാജയമാണെന്ന് പറയാം,
തന്ത്രമാണെന്ന് തന്ത്രമാണെന്ന് പറയാ. ഒരു കാര്യം മാത്രം ആലോചിച്ചാൽ മതി, രാഹുൽ ഗാന്ധി 4 ലക്ഷത്തിൽ താഴെ വോട്ടുകൾക്ക് ജയിച്ച സ്ഥലമാണ് വയനാട് എന്ന് മാത്രം ആലോചിച്ചാൽ മതി. ശ്രീരാമൻ, ഈ ശ്രീകുമാർ പറഞ്ഞ് താങ്കളുടെ ശ്രദ്ധയിൽപ്പെട്ട് കാണും. ബി ജെ പിക്ക് എന്തോ ഒരു ഭയമാണ്, ബി ജെ പിക്ക് പഴയ പോലെ ആത്മവിശ്വാസമില്ല. അതുകൊണ്ടാണ് ഇത്തരം രാഹുലിനെയൊക്കെ ലക്ഷ്യം വെച്ച് ഇത്തരം ചില ചർച്ചകളിലേക്ക്, ഇത്തരം പ്രൊപ്പഗണ്ടകളിലേക്കൊക്കെ ബി ജെ പി ശ്രദ്ധ തിരിക്കുന്നത്. അല്ല, അത് ഈ അരവിന്ദ് കെജ്രിവാൾ കുറെ ദിവസം മുന്നേ പറഞ്ഞത് എന്നെ മോഡിക്ക് ഭയമാണ്. ഇപ്പൊ അയാൾ ജയിലിൽ കിടക്കുകയാണ്. ഇതൊക്കെ എന്താ അറിയോ, ഇതൊക്കെ ഈ മോഡിയുടെ പേരും തന്റെ പേരും കൂടി കൂട്ടി പറഞ്ഞാൽ, അല്ലെങ്കിൽ ബി ജെ പിയുടെ പേരും ഞങ്ങളുടെ പേരും കൂടി കൂട്ടി പറഞ്ഞാൽ പബ്ലിസിറ്റി കിട്ടുമല്ലോ. അതാണ് എനിക്കത്ര ചോദിക്കാനുള്ളത്. വലിയ ധീരനും ധൈര്യവാനും ഒക്കെ ആണെങ്കിൽ രാഹുൽ ഗാന്ധി അമേഠിയിൽ മത്സരിക്കണം. ചൊണ കാണിക്കേണ്ടത് അങ്ങനെയാണ്. അമേഠിയിൽ മത്സരിക്കണം. അമേഠിയിൽ മത്സരിക്കട്ടെ രാഹുൽ ഗാന്ധി. എന്നാലേ ഇന്ന് ബി ജെ പിയുടെ നമ്പർ 1 എതിരാളി രാഹുൽ ഗാന്ധിയാണെന്നാണല്ലോ അവര് പറയുന്നത്. ആ സ്ഥാനമെങ്കിലും നിലനിർത്താൻ പറ്റുള്ളൂ. ഇപ്പോൾ കോൺഗ്രസും ബി ജെ പിയും തമ്മിലാണ് പ്രധാന മത്സരം ഭൂരിപക്ഷം സംസ്ഥാനങ്ങളും. അതുകൊണ്ട് കോൺഗ്രസ് ആണ് പ്രധാന ശത്രു എന്നും രാഹുൽ ഗാന്ധിയാണ് ബി ജെ പിയുടെ അല്ലെങ്കിൽ മോദിയുടെ പ്രധാന എതിരാളി എന്ന് പറയണ്ടല്ലോ. ആ സ്ഥാനമെങ്കിലും നിലനിർത്തണമെങ്കിൽ അമേഠിയിൽ മത്സരിക്കണം. അല്ലാണ്ട് ഈ കേജ്രിവാൾ പറഞ്ഞതുപോലെ മോഡി വിവരം അറിയുന്നില്ല. അദ്ദേഹം 10,000 ലക്ഷങ്ങൾ പങ്കെടുക്കുന്ന റാലികൾ, പ്രത്യേകിച്ചിട്ട് നമ്മുടെ ഭാരതത്തിന്റെ കിഴക്കൻ മേഖല, അദ്ദേഹം ഗുജറാത്ത്, രാജസ്ഥാൻ, ഡൽഹി പോലുള്ള UP പോലുള്ള പ്രദേശങ്ങളിൽ ഇപ്പം വളരെ കുറഞ്ഞ റാലികളാണ് അഭിസംബോധന ചെയ്യുന്നത്. കാരണം അവിടെയൊക്കെ ഏതാണ്ട് കാര്യങ്ങൾ അത്രയും സുരക്ഷിതമാണ്. ഇത്തവണ ബംഗാള്, ഒറീസ, തമിഴ്നാട് പോലുള്ള സംസ്ഥാനങ്ങളിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. സത്യത്തിൽ മത്സരം നടക്കുന്നതും അവിടെയൊക്കെയാണ്. നോർത്ത് ഇന്ത്യയിലൊന്നും വലിയ മത്സരമില്ല എന്നാണ് അവിടുന്ന് വരുന്ന റിപ്പോർട്ട്. മത്സരം നടക്കുന്നത് ബംഗാൾ, തമിഴ്നാട്, ഒറീസ പോലുള്ള സംസ്ഥാനങ്ങൾ, അവിടെയാണ് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് കോൺഗ്രസ് അത്രയ്ക്കൊക്കെ ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് രാഹുൽ ഗാന്ധി അമേഠിയിലെങ്കിലും ഒന്ന് മത്സരിക്കണം. സോണിയാഗാന്ധി രക്ഷപ്പെട്ടു, അവര് രാജ്യസഭയിലേക്ക് പോയി, റായ്ബറയിലേക്ക് അവർ ഇത്തവണ പോവില്ല. അപ്പൊ അതുകൊണ്ട് കോൺഗ്രസ്സുകാരൊക്കെ ഇപ്പോൾ ഈ ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും ഒക്കെ ഇപ്പോ പബ്ലിസിറ്റി കിട്ടാൻ മോഡിക്ക് ഞങ്ങളെ ഭയമാണെന്നാണ് പറയുന്നത്. അപ്പൊ അത് ഒന്നും പറയാനില്ല. നിങ്ങളെ വിശ്വാസം നിങ്ങളെ രക്ഷിക്കട്ടെ എന്നേ പറയാനുള്ളൂ. അപ്പൊ അതുകൊണ്ട് രാജ്യത്ത് ഏറ്റവും വിരസമായ തെരഞ്ഞെടുപ്പാണ് ഈ തെരഞ്ഞെടുപ്പെന്ന് പല രാഷ്ട്രീയ നിരീക്ഷകരും അഭിപ്രായപ്പെട്ടു കഴിഞ്ഞു. കാരണം ഒരു 1 സൈഡഡ് ഇലക്ഷനാണ്. 1984 ശേഷമുള്ള ഒരു 1 സൈഡഡ് ഇലക്ഷനാണ്. 1984 ഒരു 1 സൈഡഡ് ഇലക്ഷൻ കണ്ടത്. ഇപ്പൊ അതൊരു 1 സൈഡഡ് ഇലക്ഷനായി മാറിക്കൊണ്ടിരിക്കുകയാണ്. കാരണം പല സംസ്ഥാനങ്ങളിലും ഫൈറ്റ് പോലും ഇല്ല. ഹിന്ദി സംസാരിക്കുന്ന സംസ്ഥാനങ്ങളിൽ പല സ്ഥലത്തും ഫൈറ്റ് പോലുമില്ല. ഗുജറാത്തിൽ ഫൈറ്റ് പോലും ഇല്ല എന്നാണ് കേൾക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഒരു വിരസമായ തെരഞ്ഞെടുപ്പാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. 1 സൈഡഡ് ഇലക്ഷൻ ആണ് ഇവിടെ നടക്കാൻ പോകുന്നത്. അപ്പൊ അതുകൊണ്ട് കോൺഗ്രസ്സുകാർ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അവർക്ക് ഞങ്ങളുടെ അഭിപ്രായം ഇതാണ്, ഞങ്ങൾ ഇങ്ങനെ ചെയ്തു എന്ന് പറയാനുള്ള തന്നിടമില്ല. ഇപ്പോൾ ഇവരിവിടെ ഗണപതി വട്ടത്തിന്റെ കാര്യം പറഞ്ഞല്ലോ. വാൾട്ടയേഴ്സ് എന്നായിരുന്നു വിശാഖപട്ടണത്തിന് ബ്രിട്ടീഷുകാരിട്ട പേര്. അത് വിശാഖപട്ടണമാക്കിയത് കോൺഗ്രസ്സുകാരല്ലേ. ഗുൽഷനാബാദ് എന്നായിരുന്നു നാസിക്കിന്, മുസ്ലിം രാജാക്കന്മാർ നാസിക്കിനിട്ട പേര് ഗുൽഷനാബാദ് എന്നായിരുന്നു. അത് കോൺഗ്രസ്സുകാർ നാസിക് എന്നാക്കിയില്ലേ. ഈ തമിഴ്നാട്ടിലെ തലസ്ഥാനം ചെന്നൈയുടെ പേര് മദ്രാസ് എന്നാക്കിയിരുന്നു. അത് ചെന്നൈ ആക്കിയില്ലേ. ഇനി ഒക്കെ പോകട്ടെ, ഈ ഉദ്ധവ് ഠാക്കറെയുമായി ചേർന്ന് കോൺഗ്രസ്സുകാർ 2.5 കൊല്ലം മഹാരാഷ്ട്ര ഭരിച്ചപ്പോൾ അവരുടെ ഭരണം അവസാനിക്കുന്ന, അതായത് MLA-മാര് റിസോർട്ടിലേക്ക് പോയപ്പോൾ ഉദ്ധവ് ഠാക്കറെ രാജിവെച്ചു. ആ രാജിവെക്കുന്നതിന്റെ തലേ ദിവസം രാത്രി 2 ഫയൽ ഒപ്പിട്ടു. എന്താണ്? ഒസ്മാനാബാദിന്റെ പേര് മാറ്റിക്കൊണ്ടും ഔറംഗാബാദിന്റെ പേര് മാറ്റിക്കൊണ്ടും ഷാഹുജി സംഭാജി നഗർ എന്നൊക്കെ ആക്കിക്കൊണ്ട് ഒസ്മാനാബാദിന്റെയും പിന്നെ ഔറംഗാബാദിന്റെയും പേര് മാറ്റിക്കൊണ്ടുള്ള ഫയൽ ഒപ്പിട്ടു പോയി. അപ്പൊ ഇതൊക്കെ ചെയ്തവരാണ് കോൺഗ്രസ്സുകാർ, അതിനൊക്കെ സഹായിച്ചവരാണ് കോൺഗ്രസ്സുകാർ. ഇപ്പൊ അവര് ഗണപതി വട്ടം എന്ന ചരിത്ര രേഖയിലും മുനിസിപ്പാലിറ്റിയുടെ രേഖയിലും ടൂറിസം ഡിപ്പാർട്ട്മെന്റിന്റെ രേഖയിലും വയനാട് ജില്ലാ സെൻസസിന്റെ രേഖയിലുമുള്ള അല്ലെങ്കിൽ ലോഗൻസ് മാനുവൽ, മലബാർ മാനുവലിലുള്ള പേര് ഇടണമെന്ന് പറയുമ്പോൾ അവർക്ക് ഭയങ്കര വിഷമം. കാരണം അത് കേരളമാണ്. ഇതാണ് പ്രശ്നം. ഇത് കേരളമാണ്. തമിഴ്നാട്ടിൽ ചെന്നൈ, മദ്രാസ് ചെന്നൈ ആക്കാൻ കോൺഗ്രസ്സുകാർക്ക് അന്ന് ADMK സഹായത്തിൽ ഭരിക്കുന്നവർക്ക് വിഷമമില്ല. ഗുൽഷനാബാദിനെ നാസിക്കാക്കാൻ വിഷമമില്ല. വാൾട്ടയേഴ്സിനെ വിശാഖപട്ടണമാക്കാൻ വിഷമമില്ല. രാത്രിക്ക് രാത്രി ഒസ്മാനാബാദും ഔറംഗാബാദും ഷാഹുജി സംഭാജി നഗറാക്കുന്നതിൽ വിഷമമില്ല. പക്ഷെ കേരളത്തിൽ വന്നാൽ ഇവര് കുപ്പായം മാറും.
കേരളത്തിൽ ഇവരുടെ സ്വഭാവവും ഭാവവും ഇവരുടെ പ്രസ്താവനകളും നയങ്ങളും ഒക്കെ മാറും. പക്ഷെ ഇപ്പൊ കേരളത്തിന് രക്ഷയില്ല. കാരണം ഈ ക്യാമറ ടെലിവിഷൻ ചാനലുകാരാണ് ഈ കുഴപ്പക്കാര്, അതുപോലെ തന്നെ സോഷ്യൽ മീഡിയക്കാരും. കാരണം ഇത് അപ്പപ്പം ലൈവായിട്ട് പോവല്ലോ, ഈ ഷൂട്ട് ചെയ്ത് പോവല്ലോ. അപ്പൊ അതുകൊണ്ടാണ് ഈ വിഷയം ഇതിപ്പോ ചർച്ചയാവാൻ കാരണം എന്താ? ചർച്ചയാവാൻ കാരണം MM ഹസന് കൃത്യമായ ഒരു ഉത്തരം പോലും പറയാൻ പറ്റിയില്ല. എന്തുകൊണ്ടാണ് ചോദിച്ചാൽ അതിനിപ്പോ ഞങ്ങൾക്ക് വിശദീകരിക്കാൻ പറ്റില്ല, പത്രക്കാരോട് പറയാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ MM ഹസൻ പറഞ്ഞ് എന്താ പറയാ തല വെച്ചു കൊടുത്തുണ്ടാക്കിയ ഒരു ചർച്ചയാണിത്. ഞങ്ങൾക്കൊന്നും ഇതില് താല്പര്യമില്ല. ഞങ്ങൾ ചിരിക്കുകയാണ് ഈ കളി കണ്ടിട്ട്, ഞങ്ങള് ചിരിച്ച് നോക്കിയിരിക്കുകയാണ്. യെസ്, ശ്രീ ബി ജയരാജ്, നിർണായക ചോദ്യമാണ് ശ്രീകുമാർ മുന്നോട്ട് വെച്ചത്. രാഹുൽ വയനാട്ടിലെ സിറ്റിംഗ് MP ആണ്. അവിടേക്ക് ഈ ഇന്ത്യ സഖ്യത്തിൻ്റെ കോർഡിനേഷൻ കമ്മിറ്റിയിൽ ഉള്ള ഒരേ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് CPI. ആ CPIയുടെ ഒരു മുതിർന്ന നേതാവ് എന്തിനാണ് പിന്നെ വയനാട് പോലെ ഒരു മണ്ഡലം തിരഞ്ഞെടുത്തത്? കേരളത്തിന് പുറത്ത് സഖ്യമാണെങ്കിൽ ആരാണ് ഇന്ത്യ സഖ്യത്തിൻ്റെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി ചോദിച്ചാൽ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് തീരുമാനിക്കുമെന്ന് പറയുമ്പോഴൊക്കെ അവിടേക്ക് കോൺഗ്രസ് ഉൾപ്പെടെ പ്രൊജക്റ്റ് ചെയ്തുകൊണ്ടിരുന്നത് രാഹുലിനെ തന്നെയാണ്. അങ്ങനെ ഇന്ത്യ സഖ്യത്തിൻ്റെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി പറയപ്പെടുന്ന ഒരാൾക്കെതിരെ ഈ കോർഡിനേഷൻ കമ്മിറ്റിയിൽ തന്നെയുള്ള മറ്റൊരു രാഷ്ട്രീയ പാർട്ടി എന്തിനാണ് മത്സരിക്കുന്നത്? അതൊരു പ്രധാന ചോദ്യം തന്നെയാണ്. ഈ രാഹുൽ ഗാന്ധി വയനാട്ടിൽ നിന്ന് മത്സരിക്കുന്നില്ലയോ എന്നുള്ളത് സ്ഥാനാർത്ഥിത്വം നിർണ്ണയിക്കുന്നതിന് മുമ്പേ തന്നെ രാഹുൽ ഗാന്ധിയുടെ കാര്യത്തിൽ യാതൊരു ഉറപ്പുമില്ലായിരുന്നു ഇവിടെ മത്സരിക്കുന്നത്. പിന്നെ കേരളത്തിലെ നേതാക്കന്മാരുടെ ചില പ്രത്യേക താല്പര്യങ്ങളുടെ ഭാഗമായിട്ടാണ് രാഹുൽ ഗാന്ധി വീണ്ടും ഇവിടേക്ക് മത്സരിക്കാൻ വന്നതെന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത്. അല്ലെങ്കിൽ ഒരുപക്ഷെ വേറെ ഏതെങ്കിലും ആന്ധ്രാപ്രദേശിലെ ഏതെങ്കിലും സ്ഥലത്തോ അല്ലെങ്കിൽ കർണാടകയിലും കോൺഗ്രസ് ഭരണത്തിലുണ്ടല്ലോ, അപ്പോൾ ആന്ധ്രയിലോ കർണാടകത്തിലോ എവിടെ നിന്നെങ്കിലും മത്സരിച്ചേനെ ആയിരുന്നു എന്നാണ് അവസാന നിമിഷം വരെ ഉണ്ടായിരുന്ന ധാരണകൾ. ആ ധാരണകൾ അട്ടിമറിച്ചുകൊണ്ടാണ് KC വേണുഗോപാൽ രാജ്യസഭാ സീറ്റും കളഞ്ഞുകൊണ്ട് ഇവിടെ വരുന്നതും പിന്നെ രാഹുൽ ഗാന്ധി വീണ്ടും തിരിച്ച് വയനാട്ടിലോട്ട് വരുന്നത്. മാറിയ രാഷ്ട്രീയ സാഹചര്യമാണ്. അതിനുശേഷം ഒരുപാട് അടിയൊഴുക്കുകളും കാര്യങ്ങളും ഒക്കെ പിന്നീടുണ്ടായി അതിനെ തുടർന്ന്. അതാണ് അതിനകത്തുള്ള വാസ്തവം. അപ്പം ആനി രാജയുടെ കാൻഡിഡേച്ചർ നേരത്തെ തന്നെ നിശ്ചയിച്ചതാണ്. പക്ഷേ രാഹുൽ ഗാന്ധി വീണ്ടും വയനാട്ടിൽ നിന്ന് മത്സരിക്കുമെന്ന് കോൺഗ്രസ്സുകാർക്ക് പോലും ഉറപ്പില്ലാത്തൊരു സാഹചര്യമായിരുന്നു. അതുകൊണ്ടാണ് ആനി രാജ ഇവിടെ മത്സരിക്കാനായിട്ട് വന്നത്. എന്തായാലും രാഹുൽ ഗാന്ധി അല്ല ഇനി ആര് മത്സരിച്ചാലും ശരി, എന്നെ സോണിയാഗാന്ധി മത്സരിച്ചാലും ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥി അവിടെ നിന്ന് മത്സരിക്കുക എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. പക്ഷേ കേരളത്തിൽ 2 മുന്നണി സംവിധാനമായിട്ട് മത്സരിക്കുന്നത് കൊണ്ടാണ്. പക്ഷേ ഈ നമ്മളെപ്പോഴും സ്ത്രീ സംവരണത്തിനെ കുറിച്ചൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നവർ തന്നെ അതിന് ഒരു സ്ത്രീക്കെതിരെ, അത് ദേശീയ നേതാവിനെതിരെ, അത് മാത്രമല്ല അവർക്ക് നേരത്തെ ക്രെഡിബിലിറ്റി ഉള്ളതാണ്. പല സോഷ്യൽ ഇഷ്യൂസിലും പല പ്രധാനപ്പെട്ട സമരങ്ങളിലും എല്ലാം ഭാഗഭാക്കായിട്ടുള്ള ഉയർന്ന ലീഡർഷിപ്പ് ക്വാളിറ്റിയുള്ള വയനാടിലെ തന്നെ ജന്മസ്ഥാനം, അവിടെ തന്നെ ജനിച്ച ഒരു ലേഡിയാണ് ഈ ആനി രാജ എന്ന് പറയുന്നത്. അവരവരുടെ ഹോം ഗ്രൗണ്ടിൽ മത്സരിക്കുന്നതിന് നമുക്ക് കുറ്റമൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ മറ്റേ സ്ഥിതി അങ്ങനെയല്ല. ഇവിടെ ശ്രീമാ സാർ പറഞ്ഞതിനകത്ത് എനിക്ക് മാവോ സേതുങ്ങിനെയൊക്കെ കോട്ട് ചെയ്തത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഒരടി പിന്നോട്ട് 2 അടി മുന്നോട്ട് എന്നൊക്കെ പറഞ്ഞ് മാവോയുടെ ഗ്രേറ്റ് ലീപ്പ് ഫോർവേഡിലെ മുദ്രാവാക്യങ്ങളൊക്കെ എടുത്ത് ഉപയോഗിക്കുകയും പിന്നെ ഭാഷാപരമായിട്ട് ചില സാധനങ്ങൾ, ഇപ്പം അടവെന്ന് പറഞ്ഞാൽ കൗശലമെന്ന് മാത്രമല്ല അർത്ഥം, യുദ്ധമുറയെന്നും സാമർഥ്യമെന്നും അഭ്യാസ രീതിയെന്നും ഒക്കെ ഒരുപാട് അർത്ഥങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ ശ്രീകണ്ഠേശ്വരത്തിൻ്റെ ശബ്ദരാവിലെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് അർത്ഥം അതിനകത്ത് കണ്ടെത്താനായിട്ട് കഴിയും. അത് ഏത് അർത്ഥത്തിൽ വായിച്ചെടുക്കും എന്നുള്ളത് ഓരോരുത്തരുടെ പേഴ്സ്പെക്റ്റീവ് അനുസരിച്ചിരിക്കും. ആ പേഴ്സ്പെക്റ്റീവ് ഞാൻ ഒരു ജേർണലിസ്റ്റ് ആയിട്ടുള്ള ശ്രീമാൻ സാറിനെ ഞാൻ പറഞ്ഞു കൊടുക്കേണ്ട പഠിപ്പിക്കേണ്ടുന്ന കാര്യമില്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അദ്ദേഹം ഭാഷ എന്നെക്കാളും നന്നായിട്ട് ഉപയോഗിക്കുന്ന ഒരാളാണ്. അതവിടെ നിൽക്കട്ടെ. പിന്നീട് ഈ പറഞ്ഞതുപോലെ ഇതിനകത്തുള്ള ഒരു വിഷയം എന്ന് പറഞ്ഞാൽ ഈ പ്രൊപ്പഗാൻഡയ്ക്കെതിരെ ഇപ്പം ഈ അധികാരത്തിൽ വന്ന് NDA മുന്നണി അധികാരത്തിൽ വന്നത് ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമും സോഷ്യൽ മീഡിയ ഹാൻഡിലും നല്ല രീതിയിൽ കൈകാര്യം ചെയ്തുകൊണ്ടാണ്. അത് ഏത് രീതിയിൽ കൈകാര്യം ചെയ്യണമെന്നോ എങ്ങനെയാണ് അത് മാനിപ്പുലേറ്റ് ചെയ്യണമെന്നോ ഒക്കെ വളരെ കൃത്യമായിട്ടുള്ള ഇംപ്ലാന്റിങ്ങും വളരെ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ടാണ് കോൺഗ്രസ് അധികാരത്തിൽ നിന്ന് നഷ്ടപ്പെടുന്നത്. പക്ഷേ പിന്നീട് പോലും ഇവർ IT സെല്ലിൻ്റെ കൺവീനറായിട്ടൊക്കെ വെച്ചത്, പ്രധാനപ്പെട്ട പോസ്റ്റുകളിലൊക്കെ വെച്ചത് അനിൽ ആൻ്റണിയെ പോലുള്ള ആളുകളാണ്. ഇപ്പോൾ അനിൽ ആൻ്റണിയൊക്കെ BJP-യിലാണ്. അപ്പം ടോം വടക്കൻ, അനിൽ ആൻ്റണി, ഇത്തരം ആളുകളാണ് ഇത്തരം കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഫലം കാണുകയുണ്ടായി ഈ പറഞ്ഞതുപോലെ. അപ്പോൾ എന്തായാലും അവരൊക്കെ കോൺഗ്രസിൽ നിന്ന് വിട്ടുപോയി. അത് കോൺഗ്രസ്സുകാരുടെ ഭാഗ്യം എന്നല്ലാതെ വേറെ അതിനെക്കുറിച്ചൊന്നും എനിക്ക് പറയാനില്ല. അതങ്ങനെ നിൽക്കട്ടെ. പക്ഷേ ഈ ഏറ്റവും കൂടുതൽ കാലം, അതായത് ഒരു 10 വർഷത്തോളമായിട്ട് നിരന്തരമായി ഒരു യുവ നേതാവിൻ്റെ ഇമേജ് ടാർണിഷ് ചെയ്യാൻ വേണ്ടി പർപ്പസ്ഫുള്ളി ശ്രമിച്ചിട്ടുള്ള, ഇത്രയധികം ഉപദ്രവം ഏറ്റുവാങ്ങിയിട്ടുള്ള രാഹുൽ ഗാന്ധിയെ പോലൊരു നേതാവ് വേറെ ഒരാളില്ല ഇന്ത്യയിൽ. പക്ഷെ അതിൽ നിന്ന് അങ്ങേരെ ഈ പറഞ്ഞ കണക്കല്ല, നമ്മളതിന് പറയുന്നത് എന്താണ്, റെസീലിയൻസ് സമ്മതിച്ചു കൊടുത്തേ വരത്തുള്ളൂ. തിരിച്ചു വരവ്, ബൗൺസിങ് ബാക്ക്,
ഈ ജോഡോ യാത്രയിലൂടെ ഉണ്ടായ ബൗൺസിങ് ബാക്ക് ഇന്ത്യ ശരിക്കും ആവേശത്തോടെയാണ് എല്ലാ ആളുകളും കണ്ടത്. അത് ഇടതുപക്ഷമാകട്ടെ വലതുപക്ഷമാകട്ടെ, ഇന്ത്യയെ സ്നേഹിക്കുന്ന എല്ലാ ആളുകളും ആ ഒരു മേക്കിംഗ് ഓഫ് എ ലീഡർ എന്നൊക്കെ പറയുന്ന ഒരു ആക്ട് വളരെ സന്തോഷപൂർവ്വം വീക്ഷിച്ച ഒരാളാണ് ഞാൻ. കൃത്യമായിട്ടൊരു ഇടതുപക്ഷ നിരീക്ഷകനാണെങ്കിൽ കൂടിയും അത്തരത്തിലുള്ളൊരു മൂവ്മെൻറ്റ്സ്, കാര്യങ്ങൾ മനസ്സിലാക്കട്ടെ എന്നുള്ള രീതിയിൽ. പക്ഷെ വർഷങ്ങളോളം പുറകെ നടന്ന് ഒരു ഇമേജ് ഉണ്ടാക്കാൻ, പപ്പു എന്നൊക്കെ വിളിച്ച് ഒരു ഇമേജ് ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചിട്ട് ആ ഇമേജുകളെല്ലാം, ആ ഇമേജ് ബിൽഡിങ്ങിനെ എല്ലാം തച്ച് തകർത്തുകൊണ്ടാണ്. ആ സമയം വേറൊരു സ്ഥലത്ത് ഒരു ഐക്കൺ ഉണ്ടാക്കാനായിട്ട് ശ്രമിച്ചിട്ട് ആ ഐക്കൺ ഇങ്ങനെ തകർന്നു വീഴുന്ന കാഴ്ചയാണ് ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ ഐക്കൺ, ആ ഗ്യാരണ്ടി ഈ വലിയ പ്രശ്നമാണ്. ആ ഗ്യാരണ്ടി അങ്ങനെ വിജയിക്കാൻ പോകുന്നില്ല എന്ന് ഇന്ത്യയിലെ ജനങ്ങൾ മനസ്സിലാക്കി തുടങ്ങി എന്നുള്ളതിൻ്റെ അനുരണനങ്ങൾ പല അഭിപ്രായ സർവേകളിലും ഈ പറഞ്ഞ കണക്കല്ല. ഉത്തരേന്ത്യയിൽ വൺ സൈഡഡ് മത്സരമാണെന്നൊക്കെ പറയുന്നത് ശരിക്കും ഒരു മലർപ്പൊടിക്കാരൻ്റെ ദിവാസ്വപ്നം എന്നൊക്കെ പറയാൻ പറ്റൂ. എന്തായാലും ഞാൻ റിസൾട്ട് അങ്ങനെയൊന്നും പ്രഡിക്റ്റ് ചെയ്യുന്നില്ലെങ്കിലും നമുക്ക് റിസൾട്ട് ഡിക്ലെയർ ചെയ്തതിന് ശേഷം അതിനെക്കുറിച്ചൊക്കെ സുദീർഘമായി സംസാരിക്കാം. പക്ഷേ ഈ പറഞ്ഞത് കണക്കല്ല, അത്ര ഇറ്റ് വിൽ നോട്ട് ബി എ കേക്ക് വാക്ക് ഫോർ ദ BJP ഓർ ദ NDA മുന്നണി. ആ മുന്നണിക്ക് ഒരു കേക്ക് വാക്കൊന്നും ആയിരിക്കത്തില്ല, ഒരു ഈസി വാക്കായിരിക്കത്തില്ല. ടഫ് കോമ്പറ്റീഷൻ ഈസ് ഗോയിങ് ടു ഹാപ്പൻ. പിന്നെ ഈ പറഞ്ഞത് കണക്കോലെ ഈ റിസോർട്ട് പൊളിറ്റിക്സും കുതിരക്കച്ചവടവും പിന്നെ ഈ പറഞ്ഞ പോലെ സർക്കാർ മെഷീനറിമാരും ഒക്കെ ഉപയോഗിച്ച് എന്തെങ്കിലുമൊക്കെ ശ്രമം നടത്താനുള്ള സാധ്യതകളും തള്ളിക്കളയാനാവില്ല. അത്തരം സാധ്യതകൾ നടന്നാൽ പോലും ഒരു മാറ്റം, ആ മാറ്റം അനിവാര്യമായ മാറ്റം തന്നെ ഉണ്ടാകുമെന്നാണ് സുപ്രധാന രാഷ്ട്രീയ നിരീക്ഷകർ, ഇന്ത്യയിലെ സുപ്രധാന രാഷ്ട്രീയ നിരീക്ഷകരെല്ലാം വിലയിരുത്തുന്നത്. അങ്ങനെ തന്നെ ആവുമെന്നാണ്. 2019 സമാനമായ നിരീക്ഷണങ്ങൾ ഒരുപാട് വന്നിരുന്നു. ശരി, താങ്കളുടെ വാദഗതി ഇവിടെ നിൽക്കട്ടെ. എനിക്ക് ശ്രീകുമാറിലേക്ക് കൂടി പോയിട്ടിരിക്കും. ശ്രീകുമാർ, നേരത്തെ ശ്രീ പത്മനാഭനൊക്കെ ചോദിച്ച ഒരു പ്രധാന ചോദ്യമാണ്, അത്ര കരുത്തുറ്റ സ്ഥാനാർത്ഥിയാണെങ്കിൽ, അത്ര കരുത്തുറ്റ നേതാവാണെങ്കിൽ എന്തുകൊണ്ട് വയനാട് പോലെ ഒരു സുരക്ഷിത മണ്ഡലങ്ങളിലേക്ക് തിരഞ്ഞെടുക്കേണ്ടി വന്നു? അവിടെ കൊടിയൊക്കെ മാറ്റിവെച്ച് തന്ത്രമായി അവിടെ നിൽക്കട്ടെ, ആ തന്ത്രത്തിന്റെ ഭാഗം തന്നെ ആവാം വയനാട് തിരഞ്ഞെടുത്തത്. അങ്ങനെയെങ്കിൽ അമേഠിയിലല്ലേ മത്സരിച്ച് കരുത്ത് കാട്ടേണ്ടത്, നരേന്ദ്രമോദിക്ക് വെല്ലുവിളി സൃഷ്ടിക്കേണ്ടത്? അല്ല, ശ്രീ പത്മനാഭൻ BJPയുടെ ഒരു പ്രമുഖ വക്താവാണ്. അദ്ദേഹം പറയുന്നു അങ്ങനെയാണെങ്കിൽ അമേഠിയിലല്ലേ മത്സരിക്കേണ്ടത്. ഇതിപ്പോ നരേന്ദ്രമോദിക്ക് വയനാട്ടിൽ വന്ന് മത്സരിച്ചൂടെ എന്ന് ഞാൻ ചോദിച്ച എന്താ അർത്ഥമുള്ളതിന്? വയനാട് ഇന്ത്യയുടെ ഭാഗമാണല്ലോ. വയനാട്ടിൽ നിന്ന് നരേന്ദ്രമോദി ഒന്ന് മത്സരിക്കട്ടെ എന്ന് ഞാൻ പറഞ്ഞിട്ട് അദ്ദേഹം പ്രധാനമന്ത്രി സ്ഥാനത്ത് അങ്ങനെ വരട്ടെ എന്ന് ഞാൻ പറയുന്നതിൽ എന്താ അർത്ഥമുള്ളത്? അതൊക്കെ ഓരോരുത്തർക്കും ഓരോ നേതാവിനും ഓരോ മണ്ഡലം നിശ്ചയിച്ചിട്ടുണ്ട്. എത്രയോ വർഷങ്ങളായിട്ട് ഓരോ മണ്ഡലങ്ങളിൽ ഓരോ നേതാക്കളുണ്ട്. അത് അവരുടെ പേരിലാണ് ആ മണ്ഡലങ്ങൾ അറിയപ്പെടുന്നത്. വാജ്പേയി മത്സരിച്ചത്, അദ്വാനി മത്സരിച്ചത്, മോദി മത്സരിക്കുന്നത്, നെഹ്റു കുടുംബത്തിന്റെ പേരിൽ അറിയപ്പെട്ടിരുന്ന മണ്ഡലമല്ലേ അമേഠിയും റായ്ബറേലിയും ഒക്കെ? അല്ല, അവിടെ സ്ഥാനാർത്ഥി നിശ്ചയിച്ചിട്ടില്ലല്ലോ. അവിടെ സ്ഥാനാർത്ഥി വരട്ടെ. അമേഠിയിലാണെങ്കിൽ റായ്ബറേലിയിലാണെങ്കിൽ സ്ഥാനാർത്ഥിയിലെ കോൺഗ്രസ് നിശ്ചയിച്ചിട്ടില്ലല്ലോ. നെഹ്റു കുടുംബത്തിൽ എത്രയോ പേരുണ്ട്. അവിടെ സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കുന്ന സമയത്ത് നമുക്ക് പറയാം എന്താ അവിടുത്തെ കാര്യം എന്നുള്ളത്. ഇപ്പോഴത്തെ കാര്യം ഞാൻ പറഞ്ഞത്. അപ്പൊ നരേന്ദ്രമോദിയുടെ വയനാട്ടിൽ വന്ന് രാഹുൽ ഗാന്ധിക്കെതിരെ മത്സരിക്കൂ എന്ന് ഒരു കോൺഗ്രസ്സുകാരൻ പറഞ്ഞാല് അതിലെന്താ അർത്ഥമുള്ള? എനിക്ക് വലിയ അർത്ഥം തോന്നുന്നില്ല. പിന്നെ നമ്മൾ ഈ BJP ഏകപക്ഷീയമായിട്ടൊക്കെ ഉത്തരേന്ത്യയിൽ നിന്നൊക്കെ പറയുമ്പോൾ ശ്രീ പത്മനാഭൻ, രാജസ്ഥാനിൽ വലിയ പ്രശ്നമാണെന്നാ കേട്ടത്. കാരണം രാജസ്ഥാനില് അവിടെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അവിടെ പ്രതിപക്ഷ മുന്നണിക്ക് പ്രത്യാശ നൽകുന്ന ഒരു ഘടകം വസുന്ധര രാജയെ പോലുള്ളവരുടെ ചിന്താഗതികളാണ്. അത് മനസ്സിലാക്കണം. പിന്നെ നിങ്ങള് ജാർഖണ്ഡ് നേതാവിനാണെങ്കിൽ, അല്ല ക്ഷമിക്കണം, അതെ, ജാർഖണ്ഡ് നേതാക്കളെ ആണെങ്കിലും അതുപോലെ തന്നെ ആം ആദ്മി നേതാക്കളെ ആണെങ്കിലും ദക്ഷിണേന്ത്യയിലെ BRSന്റെ നേതാക്കളെ ആണെങ്കിലും ഒക്കെ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് പിടിച്ച് ജയിലിലിടുമ്പോൾ ജനങ്ങൾ കണ്ടോണ്ടിരിക്കുകയല്ലേ ഇത്? ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന വിഷയങ്ങൾ അവർ ചോദിക്കുന്നു, എന്താ ഇപ്പം എന്ന് ചോദിക്കുന്നു. നമ്മൾ ഈ സംസാരിക്കുമ്പോൾ ഇപ്പൊ കേരളത്തിലേക്ക് തന്നെ വരാം. ഗണപതി വട്ടത്തെ കുറിച്ച് നമ്മൾ സംസാരിച്ചു. ശ്രീ പത്മനാഭൻ പറയുന്ന ഗണപതി വട്ടമാണ്. ആയിക്കോട്ടെ, 10 വർഷമായിട്ട് ഭരിക്കുകയല്ലേ, എന്താ ആക്കാതിരുന്നേ? പേര് മാറ്റാൻ എന്താ? ശുപാർശ പോലും കൊടുക്കാതിരുന്ന എന്താ? എന്റെ അറിവിലില്ല. ഇനിയിപ്പോ സ്വകാര്യമായിട്ട് കൊടുക്കുമെന്ന് എനിക്കറിയാൻ വയ്യ. തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് പത്രിക കൊടുത്തതിന് ശേഷം അല്ലല്ലോ ഗണപതി വട്ടത്തെ കുറിച്ച് അറിയുന്നത്. അതിന് എത്രയോ കാലം, 10 വർഷം ഭരിച്ചു ഇവിടെ BJP. എന്നിട്ടാണ് ഇപ്പൊ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അപ്പൊ അന്നൊന്നും തോന്നാത്ത ഇപ്പൊ എന്തിനാണ്? അതൊരു പക്ഷെ അവർക്ക് തെരഞ്ഞെടുപ്പ് ജയിക്കാനുള്ള അവരുടെ അടവ് അല്ലെ സൂത്രമായിരിക്കും. അവിടെ നിൽക്കട്ടെ, ഞാൻ അതിനെ കുറ്റം പറയുന്നില്ല. നമ്മൾ ഓരോ കാര്യങ്ങളെടുത്ത് ഇങ്ങനെ വിശദീകരിക്കുകയാണെങ്കിൽ തെരഞ്ഞെടുപ്പ് രംഗത്ത് നമുക്ക് ചില കാര്യങ്ങളിലെ ചില ന്യൂനതകൾ കാണാം. പക്ഷെ ആ ന്യൂനത എന്ന് പറയുന്നത് ആ രാഷ്ട്രീയ പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് തന്ത്രമായിട്ട് നമ്മൾ കാണേണ്ടി വരും. ഇപ്പൊ കേരളത്തിൽ ഇപ്പൊ CPM അവരുടെ ഭരണനേട്ടത്തെ കുറിച്ച് എന്താ പറയാത്തത്? അവർക്കറിയാം ഭരണനേട്ടമല്ല വിഷയം. സിദ്ധാർത്ഥന്റെ മരണം വലിയ വിഷയമാണ്, പെൻഷന്റെ കാര്യം വലിയ വിഷയമാണ്, മാസപ്പടി വലിയ വിഷയമാണ്, ഒരുപാട് കാര്യങ്ങളുടെ റേഷൻ കടകളിലത്തെ പ്രശ്നങ്ങൾ വലിയ വിഷയമാണ്, വയനാട്ടിലത്തെയും ഇടുക്കിയിലെയും വന്യമൃഗശല്യം വലിയ വിഷയമാണ്. ഇതൊക്കെ ഉണ്ട്.
അപ്പൊ ആ സമയത്ത് മുഖ്യമായ തെരഞ്ഞെടുപ്പ് വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്യപ്പെടുമ്പോൾ നമ്മൾ ഇങ്ങനത്തെ വിഷയങ്ങൾ കൊണ്ടുവരുന്നത് എന്തിനാണെന്ന് വെച്ചാൽ അവിടെ ഏത് സ്ഥാനാർത്ഥിക്കാണോ മുൻതൂക്കമുള്ളത് അവരുടെ ശ്രദ്ധ തിരിക്കാനാണ്. അങ്ങനെ ശ്രദ്ധ തിരിക്കുന്ന ഒരു ഘട്ടം ഉണ്ടായിരുന്നു 2019 കോൺഗ്രസിന് അബദ്ധം പറ്റിയത്. കാരണം BJP ഒരു അജണ്ട നിശ്ചയിച്ച് കുറെ കാര്യങ്ങൾ പറഞ്ഞു, അതിന് മറുപടി പറയാൻ പോയി കോൺഗ്രസ്. പിന്നെ അവർ തീരുമാനിച്ചു അത് വേണ്ട, ആ മറുപടി ഒന്നും വേണ്ട, കോൺഗ്രസിൽ ചില നയങ്ങൾ പ്രഖ്യാപിക്കുക. അങ്ങനെയാണ് കർണാടകത്തിൽ ആദ്യം പരീക്ഷിച്ചു 5 നാലെണ്ണം കഴിഞ്ഞ 3 മാസം മുമ്പ് നടപ്പാക്കിയ അവസാനത്തെ സ്കോളർഷിപ്പ് കാര്യം നടപ്പാക്കിയത് എനിക്ക് അറിയില്ല. എന്തായാലും ബാക്കി 4 നടപ്പാക്കി. തെലങ്കാന നടപ്പാക്കി. ഹിമാചലിലെ അവിടുത്തെ പെൻഷൻ കാര്യമായിരുന്നു, അത് നടപ്പാക്കി. ഹിമാചലിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് കൂടി പറയണം ശ്രീമാൻ. കേട്ടില്ല. അതിനുശേഷവും ചില നിയമസഭാ തെരഞ്ഞെടുപ്പൊക്കെ നടന്നിരുന്നു. ഞാൻ പറയാണ് വളരെ ചർച്ചയുടെ അവസാന 5 മിനിറ്റിലേക്ക് കടക്കുകയാണ്. അതെ, തീർച്ചയായിട്ടും നിങ്ങൾ പറയുന്നത് ശരിയാണ്. കാരണം ഒരു തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞ ജയാപജയങ്ങളാണ്. ഇപ്പൊ മധ്യപ്രദേശത്ത് കഴിഞ്ഞ ടൈമില് കമൽനാഥാണ് ജയിച്ചു വന്നത്, പക്ഷെ ഭരിച്ചതായ BJP അല്ലേ. അതിന്റെ കാരണം എന്താണ്? പിന്നെ ഇപ്പൊ നമ്മൾ ചർച്ച ചെയ്യുന്ന ഒരുപാട് വിഷയങ്ങളുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് BJPയുടെ ഭയവും അവരുടെ ആ ഒരു ആദ്യത്തെ താങ്കൾ മുന്നോട്ട് വെച്ച വാദഗതി ഏറെക്കുറെ മനസ്സിലാക്കിയതിന് വളരെ വേഗം ശ്രീ പത്മനാഭൻ മറുപടി വേണം. ഞാൻ ചോദ്യം ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നില്ല, സമയക്കുറവുകൊണ്ട് മാത്രം. അവസാനം 1 മിനിറ്റിലേക്ക് കടക്കുകയാണ്. വളരെ വേഗം താങ്കൾ മറുപടി. അല്ല, ഇത് എന്താ അറിയോ, കോൺഗ്രസ്സുകാര് വിഡ്ഢികളുടെ സ്വർഗത്തിലാണ് ജീവിക്കുന്നത്. ഛത്തീസ്ഗഡിലെ അഭിപ്രായ വോട്ടെടുപ്പ് താങ്കൾക്ക് ഓർമ്മയുണ്ടല്ലോ. ഈ അർണബ് ഗോസ്വാമി വരെ പറഞ്ഞു BJP തോൽക്കും, കോൺഗ്രസ് അധികാരം നിലനിർത്തും. അമിത്ഷാ പറഞ്ഞു ഞങ്ങൾ അധിക ഭരണം പിടിച്ചെടുക്കുന്നുണ്ട്. വോട്ടെണ്ണി 8:30 മണിക്ക് വോട്ടെണ്ണി ഫലസൂചനകൾ വന്നു തുടങ്ങി. 9:30 മണിയായപ്പോൾ ഏതാണ്ട് ഒപ്പത്തിനൊപ്പമായി. അപ്പോഴും രമേശ് ചെന്നിത്തല, ഛത്തീസ്ഗഡിന്റെ ചുമതലയുള്ള രമേശ് ചെന്നിത്തല പറഞ്ഞത് ഞങ്ങൾ വരും എന്നാണ്. അവസാനം BJP വന്നു. BJP കൃത്യമായ പ്ലാനിങ്, സംഘടനാ സംവിധാനം, മെഷീനറി, പദ്ധതികൾ, പരിപാടികള് കൃത്യമായി പ്രവർത്തിക്കുക. കോൺഗ്രസ്സുകാരെ അവിടെ പല സ്ഥലത്തും എന്താ ചെയ്യുന്നത് അവർക്ക് തന്നെ അറിയില്ല. രാഹുൽ ഗാന്ധി എവിടെയും പോകുന്നില്ല. അദ്ദേഹം ഇന്ന് ഗുലാബ് ജാമും മൈസൂർ പാക്കും തിന്ന് നടക്കുകയാണ്. അദ്ദേഹം ഈസ് ഗോയിങ് നോവർ. അദ്ദേഹത്തിന്റെ മണ്ഡലത്തിൽ 2 ദിവസം വന്ന് പോകുന്നല്ലാണ്ട് ഒരു വലിയ റാലി അഭിസംബോധന ചെയ്ത് ഒന്നുമില്ല. എന്നിട്ട് ജയിക്കും എന്ന് പറയുക. എന്തെങ്കിലുമൊക്കെ അടിസ്ഥാന പറയാൻ വേണ്ട ഇതിനൊക്കെ പറയുന്നത്. സീറ്റുകളുടെ എണ്ണം കാണിച്ചിട്ട് 2 സർവേ വന്നു, ടൈംസ് നൗവിന്റെയും ഇന്ത്യ TVയുടെയും. 388 ഒരു കൂട്ടർ പറഞ്ഞത്, 398 വേറൊരു കൂട്ടർ പറഞ്ഞത്. ഒരു കൂട്ടർ BJPക്ക് 330-ലധികം സീറ്റും, ഒരു കൂട്ടർ 340 കടക്കും എന്ന് വരെ പറഞ്ഞു. ഇതൊക്കെ ഇവർക്ക് ഇങ്ങനെ സന്തോഷത്തിന് വേണ്ടി എന്താ പറയാ, സ്വയം ആത്മനിർവൃതിക്ക് വേണ്ടി ഇതൊക്കെ പറയാന്നേ ഉള്ളൂ. പക്ഷെ ഈ രാജ്യത്ത് ഇന്ന് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദി പറഞ്ഞതുപോലെ അബ്കി ബാർ 400 പാർ 400 കടക്കാനുള്ള എല്ലാ സാഹചര്യവും ഒത്തുവന്ന് ദേശീയ ജനാധിപത്യ സഖ്യം മുന്നോട്ട് പോവുകയാണ്. അതിനെ എതിർക്കാൻ ഒരു മര്യാദക്കുള്ള ഒരു മുന്നണി പോലും ഉണ്ടാക്കാൻ ഇവർക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് പച്ച പരമാർത്ഥം. അതുകൊണ്ട് എന്താ സംഭവിക്കാൻ പോകുന്നത് ജൂൺ മാസം 4-ാം തീയതി നമുക്കറിയാം. എന്തായാലും കേരളത്തിലെ ചില മാധ്യമങ്ങൾ നടത്തിയ സർവേ ഒക്കെ ആയിരിക്കും ഇപ്പോൾ കൂട്ടുപിടിച്ച് ഇത്തരം പരാമർശങ്ങൾ നടത്തി. എന്തായാലും സമയക്കുറവോട് മാത്രം നമ്മൾ ചർച്ച ഇവിടെ അവസാനിപ്പിക്കുകയാണ്. കോൺഗ്രസിന്റെ പുതിയ അടവ് തന്ത്രം അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പ് നയം, ഇതൊക്കെ എത്രത്തോളം കോൺഗ്രസിനെ തുണയ്ക്കും അല്ലെങ്കിൽ പഴയ പോലെ പ്രതിപക്ഷ സ്ഥാനമാകാൻ പോലും ഇല്ലാത്ത പാർട്ടിയായി മാറുമോ എന്നതൊക്കെ വരുന്ന തിരഞ്ഞെടുപ്പ് കഴിയുന്നവരെ നോക്കി കാണേണ്ടിയിരിക്കുന്നു. ചർച്ചയിൽ പങ്കെടുത്ത അതിഥികൾക്കൊപ്പം പ്രേക്ഷകർക്ക് നന്ദി. ജനറൽ ഡിബേറ്റ് പൂർത്തിയാകുന്നു. നമസ്തേ.